तुझको भी पैसा कमाना है क्योंकि ये ऐसा जमाना है होता नहीं प्यार अब तुझसे क्योंकि भाई फिर से कर जाना है अब तुझको भी पैसा कमाना है क्योंकि ये ऐसा exciting, are they not? I'm sure you all are very excited to be a part of the Comet EV tribe. നമസ്കാരം, കാർക്കടവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ MGയുടെ കുഞ്ഞൻ EV കോമറ്റിനൊപ്പമാണ് ഉള്ളത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഓരോ വാഹനവും ഓരോ തീമിലുള്ളതാണ്. അപ്പോൾ യൂത്തിന് ഇഷ്ടമുള്ള രീതിയിൽ വാഹനത്തെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇപ്പം തന്നെ ഇതിന് ഇന്റീരിയർ നോക്കുക, സൂപ്പർ കൂൾ എന്ന് തന്നെ പറയാം. ശരിക്കും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് കൊണ്ടും ഒക്കെ തന്നെ മനോഹരമാണ് കുഞ്ഞൻ EV എന്ന് പറയാം. ഇതിൻ്റെ ഇന്റീരിയറിൽ ഏറ്റവും ആകർഷണീയത ഉള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്തെ ഈ കളർ നോക്കുക, ഡോർ പാനൽസ് നോക്കുക, എല്ലാത്തിലും മൊത്തത്തിലൊരു പുതുമയുള്ള ഒരു ഡിസൈനാണ് കോമറ്റ് EVയിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ കാറുകളുടെ ഒരു തീം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. കോമറ്റ് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും യൂത്തിന് വേണ്ടിയിട്ടാണ്, അർബൻ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്, ടെക്കിയായി ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ കളർഫുൾ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഓരോ വാഹനങ്ങളും ഓരോ തീമിലുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒന്ന്. നമുക്ക് നമ്മുടെ കാറിനെ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് MG ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പുത്തൻ തലമുറയ്ക്ക് പല പല ആറ്റിറ്റ്യൂഡാണുള്ളത്, പല ഇഷ്ടങ്ങളാണുള്ളത്. അപ്പം അത്തരത്തിൽ അവർ ഒരുപാട് ആക്സസറീസ് പാക്കേജുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പേഴ്സണലൈസേഷൻ എന്ന തീമിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് MG കോമറ്റ് എത്തുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ്, അതിനനുസരിച്ചിട്ട് ഉള്ള ആക്സസറീസ് പാക്കേജാണ്. റെഡിലേക്ക് നിങ്ങളുടെ കാറിനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംഗതി മൊത്തം റെഡിലേക്കാണ്. അടുത്തത് ശരിക്കും ഗ്രീൻ തീമിൽ ഇതിൻ്റെ കീ ഉൾപ്പെടെ എല്ലാം തന്നെയും അങ്ങനെ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അടുത്ത കുർക്കുമിൻ യെല്ലോ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്രീൻ, ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ MGയുടെ ഈ ഒരു കോമറ്റിനൊപ്പം ഉള്ളത്. MGയുടെ കുഞ്ഞൻ EVക്ക് ഏറ്റവും പ്രധാനം അതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. അപ്പോൾ 17.3 kW ലിഥിയം അയൺ ബാറ്ററിയിൽ എത്തുന്ന ഈ ഒരു വാഹനത്തിൽ 39 കോംപ്രിഹെൻസീവ് ടെസ്റ്റുകൾ കഴിഞ്ഞ ശേഷമാണ് ഈ വാഹനം നമ്മളോടൊപ്പം എത്തുന്നത്. ഇതിന്
IP67 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ദേ ഈ കാണുന്ന ഇത്രയും ടെസ്റ്റുകൾ ഇത് പാസ്സായതാണ്. അപ്പോൾ 4 തരത്തിലുള്ള വീഡിംഗ് ടെസ്റ്റ് ഈ വാഹനം കഴിഞ്ഞ ശേഷമാണ് ഈ വാഹനം നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. MG കോമറ്റിന് നൽകിയിരിക്കുന്നത് ഹൈ സ്ട്രെങ്ത് ബോഡി ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 17 ഹോട്ട് സ്റ്റാമ്പിംഗ് പാനൽസ് ആണ് ഈ വാഹനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് സീ വാട്ടർ ഇമേർഷൻ ടെസ്റ്റ് നടന്നിട്ടുണ്ട്, മെക്കാനിക്കൽ ഷോക്ക് ടെസ്റ്റ് നടന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സാൾട്ട് മിസ്റ്റ് ടെസ്റ്റ്, ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ്, ക്രഷ് ടെസ്റ്റ്, ഇങ്ങനെ മൊത്തത്തിൽ 39 കോംപ്രഹെൻസീവ് സേഫ്റ്റി ടെസ്റ്റുകൾ കഴിഞ്ഞ ശേഷമാണ് പിന്നെ കോമറ്റ് എത്തുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിക്ക് IP67 റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോമറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വേളയിൽ തന്നെ സേഫ്റ്റി ഈസ് അവർ ഫൗണ്ടേഷൻ, സേഫ്റ്റിക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെഹിക്കിൾ സേഫ്റ്റിയെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വാഹനത്തിലേക്ക് ABS പ്ലസ് EBD വന്നിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ആംഗിൾസ് എന്നിവയെല്ലാം തന്നെയും ഈ വാഹനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ടെക് സാവിയായിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് MGയുടെ കുഞ്ഞൻ EV. ഇതിലേക്ക് ഐസ്മാർട്ട് ടെക്നോളജി വന്നിട്ടുണ്ട്. 55-ലധികം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. 100-ലധികം വോയിസ് കമാൻഡുകളാണ് കോമറ്റ് EVക്കൊപ്പം ഉള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ബ്ലൂടൂത്ത് കീ ഷെയറിംഗ് ഉണ്ട്, പേഴ്സണലൈസ്ഡ് വിഡ്ജറ്റ്സ് ഉണ്ട്, ബർത്ത്ഡേ വിഷ്, എക്കോട്രി, റിമോട്ട് കാർ ലോക്ക് ആൻഡ് അൺലോക്ക്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. മൈ MG ആപ്പ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ എന്താ പറയുക, യൂത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ശരിക്കും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് നമ്മൾ പറയാനുള്ളത്, ഈ വാഹനം ഇന്ന് കാണുമ്പോൾ, നാളെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുള്ളൂ, കാണുമ്പോൾ ഏറ്റവും അതിൽ ഇമ്പ്രസീവ് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ശരിക്കും നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന അത്ര ഈസിയായി തന്നെ എന്താ പറയുക സ്ക്രോൾ ചെയ്ത് ഇത് ചെയ്തിട്ട് അതിനകത്തേക്ക് ഓരോ ഫീച്ചേഴ്സും നമുക്ക് അറിയാൻ പറ്റും. അത് ശരിക്കും യൂസർ ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ വളരെ വളരെ എന്താ പറയുക ആകർഷണീയത, ഡാഷ്ബോർഡിലെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ശരിക്കും ഡബിൾ ലെങ്തിലുള്ള ഡ്യുവൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് തന്നെ പറയും. ഹലോ MG എന്നുള്ള കമാൻഡിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തും അറിയാം. നിങ്ങളുടെ ആസ്ട്രോളജി പ്രഡിക്ഷൻ, അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്കോർ, ഫുട്ബോൾ സ്കോർ, വെതർ, എന്ത് വേണമെങ്കിലും MGയോട് ചോദിക്കാം. അപ്പോൾ തന്നെ MG കൃത്യമായിട്ട് അതിന് ആൻസർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് തീർച്ചയായിട്ടും MG കോമറ്റ് എന്ന് തന്നെ പറയും. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളർ തീമാണ് റെഡ് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ അതിലുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇതിന്റെ പുറം കാഴ്ച നിങ്ങൾ കണ്ടു കാണും. കോമറ്റ് EVയുടെ പ്രസന്റേഷൻ കണ്ടപ്പോൾ തന്നെ ഇതിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് യൂത്തിന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച്, യൂത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കുഞ്ഞൻ EVയെ അട്രാക്റ്റീവ് ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാറുകൾ ഇവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഫാഷൻ വൈബ് എന്ന് പറയുന്ന ഒരു കോർണർ, പിന്നെ വോഗിറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു കോർണർ, പിന്നെ ഗ്രാഫിറ്റി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരെണ്ണം, പിന്നെ സാധാരണ ഇത്തരം സംഗതികളൊന്നും ചെയ്യാത്ത കാറും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വളരെ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ ഉണ്ട്, വെച്ചിട്ട് ഈ വാഹനത്തെ നമുക്ക് വൈബ്രന്റ് ആക്കാം. ഒരു രക്ഷയുമില്ലാത്ത എന്താ പറയാ ഇന്നോവേഷനാണ് ശരിക്കും പറഞ്ഞാൽ കോമറ്റ് EVക്കൊപ്പം ഉള്ളതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്, ശരിക്കും ഇഷ്ടമായി. ഇതിൻ്റെ ഓടിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയാ എക്സ്പീരിയൻസും കൂടി അറിയാനുള്ള ഒരു ത്രില്ലിലാണ്. ശരിക്കും ഞാൻ സ്റ്റിക്കേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇതൊക്കെ തന്നെയും ഇതിൻ്റെ ഓരോ തരം സ്റ്റിക്കേഴ്സാണ്. എത്ര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ വാഹനത്തിൻ്റെയൊക്കെ ഒപ്പം ഉള്ളതെന്ന് നോക്കുക. കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ വൈറ്റിലേക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഭയങ്കര രസമുള്ള ഒരു കളറാണ്. അതേപോലെ തന്നെ ഫാഷൻ വൈബ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ള കുറേ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഒക്കെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഉൾവശവും ഭയങ്കര രസമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഒരു EVയില് പലരും ഈ പച്ച വൈബ്രന്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഉൾവശമൊക്കെ വൈറ്റും ഗ്രേയും കൂടെ കലർന്ന ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസമായിട്ടുള്ളത് കുറേ അധികം സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് നമുക്കിതിനെ ഭയങ്കരമായിട്ട് വൈബ്രന്റ് ആക്കാം, യുണീക്ക് ആക്കാം. നിങ്ങളുടെ സ്റ്റൈൽ എന്താണോ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ഈ വാഹനത്തെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതായത് യൂത്ത് എപ്പോഴും നമ്മളവരുടെ ഡ്രസ് സെൻസിലാണെങ്കിലും ഹെയർ സ്റ്റൈൽ
ലുക്കിലാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം അവരുടെ കാറും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യട്ടെ, പേഴ്സണലൈസ് ചെയ്യട്ടെ എന്നായിരിക്കാം തീർച്ചയായിട്ടും MG ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് നാളെ ഇപ്പോൾ ശരിക്കും ഒരു വാഹനം മാത്രമായിരിക്കും കിട്ടുക ടെസ്റ്റ് ഡ്രൈവിനായിട്ട്. അപ്പം അതിനു മുമ്പ് ഇങ്ങനെ ഒരു സോൺ അവർ ഒരുക്കിയിരിക്കുന്നത് തന്നെ ഈ വാഹനത്തിന് പല നിറങ്ങളിലും പല ഭാവങ്ങളിലും പല തീമിലുമൊക്കെ കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാറുകളുടെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. എന്തായാലും ശരിക്കും ഇംപ്രസീവാണ്. സൂപ്പർ കൂൾ കാർ എന്ന് തന്നെ പറയാം. അർബൻ ലൈഫിന്, സിറ്റി ലൈഫിന്, ഡെയിലി കമ്മ്യൂട്ടിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കുഞ്ഞൻ EV എന്ന് തന്നെ പറയാം. പ്രൈസിംഗ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ലോകം തന്നെ കാത്തിരിക്കുന്നത്. ആ പ്രൈസിംഗും കൂടി ആപ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും MGയുടെ ഈ കുഞ്ഞൻ EV ഒരു സൂപ്പർ ഹിറ്റാകും. യൂത്ത് ഇതിനെ ഏറ്റെടുക്കും എന്ന് തന്നെ പറയാം. ഉൾഭാഗമാണെങ്കിലും ഇതിൻ്റെ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ എല്ലാം തന്നെയുമാണെങ്കിലും ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ തന്നെയും നീറ്റാണ്. സീറ്റിംഗ് കംഫർട്ടൊക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഡൽഹിയിൽ നിന്നും ഗുഡ് ബൈ.